ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളവരാണ് ഇന്നത്തെ പാരൻസിൽ പലരും. ഈ കുട്ടികൾ എങ്ങനെ കോൺഫിഡൻസോടെ വളർത്തണം എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. അവരോട് ഹരിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് നമ്മുടെ മോഹത്തിൻ്റെ പുറത്താണ്. നല്ല ശതമാനം ഒരു പുതിയ തലമുറ ഒരു കുട്ടി ഉണ്ടാകുന്നത് ഒരു 24 വയസ്സിൽ 25 വയസ്സിൽ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഇന്നത്തെ തലമുറ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ കുട്ടിയെ നന്നായിട്ട് അണിയിച്ചൊരുക്കുക, ആ കുട്ടിയെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് മറ്റുള്ളവരടുത്ത് കൊണ്ടു നടക്കുക, ആ കുട്ടിയെ കൊണ്ട് കളിക്കുക. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും ഒരു ആസ്വാദന വിഷയമായിട്ടാണ് ആദ്യത്തെ മാറുക. ഈ കുട്ടിയെ പിന്നെ ആ ആസ്വാദനത്തിൽ നിന്ന് പിന്നെ മാറുന്നത് അവരവരുടെ പ്രൗഡിലേക്ക്. കാരണം എൻ്റെ കുട്ടിയെ കൊണ്ട് എന്തെല്ലാം ഞാൻ ചെയ്യിക്കുന്നു, എൻ്റെ കുട്ടിയെ ഞാൻ അത് പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടിയെ ഞാൻ ഡാൻസ് പഠിപ്പിക്കും, എൻ്റെ കുട്ടിയെ ഞാൻ പാട്ട് പഠിപ്പിക്കും, എൻ്റെ കുട്ടിയെ ഞാൻ കരാട്ടെ പഠിപ്പിക്കും. അപ്പോൾ എൻ്റെ കുട്ടി ഒന്നും മോശമല്ല, എൻ്റെ കുട്ടി ഒന്നും മോശമല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുക, അല്ല നാട്ടുകാരെ ബോധിപ്പിക്കുക. അതായത് ഈ കുട്ടിയെല്ലാം മോശമല്ലാതെ ആവുന്നത് ഞാൻ ബെസ്റ്റാണ് എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടിയാണ് പലപ്പോഴും കുട്ടികളെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ കുട്ടി അത് പഠിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ഇത് പഠിക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്ക് A+ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുക. എൻ്റെ കുട്ടി നല്ല ഭംഗിയാക്കാൻ വേണ്ടി ആ കുട്ടിയെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ബാക്കി കൊണ്ടുപോയോ ഏറ്റവും മനോഹരിയാക്കി മാറ്റുന്നതും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതൊന്നും കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയല്ല. കുട്ടിയുടെ ഇഷ്ടത്തിന് പോലും അവിടെ വലിയ പ്രാധാന്യം പല കുടുംബങ്ങളും പല പാരൻസും ഇന്ന് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതെല്ലാം പാരൻസിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ വളർന്നു പോകുന്നത് അവർക്ക് വേണ്ടിയല്ല, അവർ വേറെ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കുട്ടികൾ വളരുന്നു. ആ കുട്ടികൾ വളർന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഒരു ഭാഗത്തും വന്നിട്ടുണ്ടാകുന്നില്ല. ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച്, ആൺകുട്ടിയാണെങ്കിലും വ്യത്യാസമില്ല. ഒരു ഷർട്ട് ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ ഷർട്ടല്ല ഈ ഷർട്ട് ഇടൂ. എന്ത് ചെയ്യുന്നതിനും കൃത്യമായി ഒരു ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തിനാണ് ഈ ചെരുപ്പ് ഇടുന്നത്, ഇതിട്ടാൽ മതി, ഈ ഷൂ ഇടൂ എന്ന് പറഞ്ഞ് ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇവരുടെ വ്യക്തിത്വത്തെ ഒട്ടും മാനിക്കാതെ അല്ലെങ്കിൽ ഇവരെ മുഴുവൻ എല്ലാ കാര്യങ്ങൾക്കും പുറകെ നടന്ന് ചെയ്യിച്ച് ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ അവരൊരു വ്യക്തികളായി മാറാതെ ഈ അനുസരണയുള്ള ഒരു എന്താ പറയുക, ഒരു ജീവികൾ മാത്രമായി മുമ്പോട്ട് പോകുന്നൊരവസ്ഥ ഇന്ന് വളരെയധികം കാണാൻ കഴിയും. കാരണം പല കുട്ടികളും നമുക്കറിയാം, പല കുട്ടികളും പല കലയും പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പക്ഷേ എത്ര പേര് പെർഫോം ചെയ്യാൻ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ, പെർഫോം ചെയ്യിക്കാൻ പോകുമ്പോൾ നീ ഇന്ന മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് പാരൻസ് പുറകെ നടന്ന് ആ പാരൻസ് പുറകെ നിർത്തി ദിവസവും പഠിപ്പിച്ച് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ച് നന്നായിട്ട് പാട്ട് പാടിക്കുകയോ നന്നായിട്ട് ഡാൻസ് ചെയ്യിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന കയ്യടി പോലും ആ കുട്ടി ആസ്വദിക്കുന്നില്ല. ഒരു മത്സരത്തിൽ ഒരു കുട്ടി പങ്കെടുത്ത് വരുമ്പോൾ ആ പങ്കെടുത്ത് വിജയിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ മുഖഭാവം കണ്ടാൽ നമുക്ക് പറയാം ആ കുട്ടിക്ക് ആ കിട്ടിയ സമ്മാനം ആ കുട്ടിക്ക് ഒരു വലിയ സന്തോഷം, ഞാൻ ഇത് നേടി എന്ന ഒരു സന്തോഷം ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല. കാരണം ആ കുട്ടിക്ക് തോന്നിയിട്ടില്ല ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ഇത് നേടിച്ചത്. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്തു, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കുന്നു, എനിക്ക് സമ്മാനം കിട്ടി. ഇത് എൻ്റെ അല്ല, ഇത് അമ്മയുടെയും അച്ഛൻ്റെയാണ് ഈ നേട്ടം. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടിക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നില്ല. കാരണം നേട്ടങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ കുട്ടി ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടാവുക? കാരണം സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനുഷ്യജീവി ആ സ്വന്തമായിട്ട് ചിന്തിക്കാൻ അല്പം പോലും വിടാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് ഞാനിതെല്ലാം ചെയ്യുന്നത് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ലേ, ഇവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ എന്ന് സമൂഹത്തോടും നമ്മളോടും ന്യായീകരിച്ച് ചെയ്യുന്നത് എത്ര വലിയ അബദ്ധമാണ് കാണിക്കുന്നത്. ഈ കുട്ടിക്ക് നമുക്ക് എത്ര കാലം ഇങ്ങനെ കൂടെ നിന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മളെന്താണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിക്കേണ്ടത്? കാരണം സ്വയം ഓരോന്ന് ചെയ്യാനല്ലേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഉള്ളപ്പോൾ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഞാനില്ലാത്തപ്പോൾ ഈ കുട്ടി എങ്ങനെ പെരുമാറണം എന്നുള്ളതല്ലേ മുഖ്യം.
ഞാൻ ഒരു കുട്ടി, നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ട് എങ്കിൽ ആ കുട്ടി ഞാനവിടെ ഉള്ള സമയത്ത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ റിസീവ് ചെയ്യുന്നത് ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ, ഞാനവിടെ ഇല്ലാത്ത സമയത്തും ഒരു ഗസ്റ്റ് വന്നാൽ ആ കുട്ടി ആ ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറണം എന്ന തരത്തിൽ ആ കുട്ടി എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാനൊരു പ്രശ്നം ഇടപെടാൻ പോകുമ്പോൾ ആ പ്രശ്നത്തെ ഞാൻ എങ്ങനെയാണ് പരിഹരിക്കുന്നത് ആ കുട്ടി കണ്ടു വളർന്നാൽ, ഇതേപടി ഒരു പ്രശ്നം വന്നാൽ നീയും ഇതേപടി പരിഹരിക്കണം എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മുടെ ഇഷ്ടത്തിനായി വളർത്തി മുന്നോട്ട് പോകും തോറും ഈ കുട്ടികൾ സ്വന്തമായിട്ടുള്ള കഴിവുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ സ്വന്തമായിട്ടുള്ള കഴിവുകൾ എൻ്റെ ആണെന്ന് തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപവും ദോഷവും എന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ തലമുറ എന്നുള്ളത് കുട്ടികളെ വെച്ച് കൂടുതലായി എൻജോയ് ചെയ്യുന്നു. കുട്ടികളുടെ ഭാവി എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. നമുക്ക് ആവശ്യം നാളെയുള്ള വളരെ ബോൾഡായിട്ടുള്ള തലമുറയാണ്. നമുക്ക് കുട്ടികളെ ആസ്വദിക്കാൻ സ്വാഭാവികമായിട്ടും നമുക്ക് ഫ്രീഡം ഉണ്ട്. നമുക്ക് ആസ്വദിച്ചേ മതിയാവുള്ളൂ. ഒരു 15 വയസ്സ് വരെയൊക്കെ ആ കുട്ടി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം നമുക്ക് ആ കുട്ടിയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ അതിന് ശേഷമുള്ളൊരു 18 ശേഷമുള്ളൊരു കാലഘട്ടത്തിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ അവർ ഈ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. അവരുടെ മുമ്പിൽ നാളെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടവരാണ്. ഈ സമൂഹത്തെ ലീഡ് ചെയ്യേണ്ടവരാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അവർക്ക് നമുക്ക് എന്തുമാത്രം പ്രോബ്ലംസ് കൊടുക്കാൻ കഴിയും, പ്രോബ്ലംസ് ഇട്ട് കൊടുക്കാൻ കഴിയും. നമ്മൾ മാത്സിലൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രോബ്ലംസാണ് നമ്മൾ മാത്സിൽ കൊടുക്കുന്നത്. കാരണം മാത്സിൽ കൊടുക്കുന്ന ഓരോന്നിനും പ്രോബ്ലംസാണ് പറയുക. അപ്പോൾ ആ പ്രോബ്ലംസിനെ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, എങ്ങനെ കാൽക്കുലേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുക. ലൈഫിലും ആക്ച്വലി ഇവർക്ക് വേണ്ടത് എന്താണ്? ഒരു പരിധിക്ക് സൊല്യൂഷൻസ് അല്ല, ഇവർക്ക് വേണ്ടത് പ്രോബ്ലംസാണ്. ഇവർക്ക് പ്രോബ്ലംസ് നമുക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ പ്രോബ്ലംസിന് ഇവരുടെ യുക്തിയിൽ ഇവർക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവർ നാളെ വലിയ പ്രശ്നങ്ങളെയും ഈ ഒരു വളരെ സിമ്പിളായിട്ട് സൊല്യൂഷൻ മേക്ക് ചെയ്യുന്നവരാകും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരു ചെറിയ കാലഘട്ടത്തിൻ്റെ മാത്രം ആളുകളായിട്ട് വളർത്തുക അല്ല വേണ്ടത്. നമുക്ക് എന്നുള്ളൊരു കാലഘട്ടത്തിന് അപ്പുറത്തേക്കൊരു കാലഘട്ടം നമ്മുടെ ഈ ലോകത്തുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ ലോകത്ത് മുമ്പോട്ട് പോകേണ്ടവരാണ്, അല്ലെങ്കിൽ നാളെയുള്ള തലമുറയെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകേണ്ടവരാണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഇവരെ സമീപിക്കാൻ ശ്രമിച്ചാൽ ഇവർക്ക് ഉണ്ടാകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇവർ പരീക്ഷയിൽ തോക്കേണ്ടടുത്ത് തോക്കുക തന്നെ വേണം. തോൽവി എന്നുള്ളത് വേറുന്നുണ്ട്. മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗ്ഗമാണ്. പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ചില തോൽവികൾ ചിലപ്പോൾ അത്യാവശ്യമാണ്. എല്ലാ വിജയവും കാരണം സപ്പോർട്ട് ചെയ്ത് വിജയിച്ചു, ഇവർ സപ്പോർട്ട് ചെയ്ത ഒരു വിജയവും ഇവരുടെ വിജയമല്ല. നമുക്ക് കൃത്യമായിട്ടറിയാം, പല പരീക്ഷകളിലും ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങി പാസ്സായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ അവസാനം ഏത് തലത്തിൽ ഒരുപക്ഷെ നല്ല ഒരു ജോലി അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. ആ നല്ല ജോലിയിൽ അവർ സമീപിച്ചാൽ നമുക്ക് പല IAS ഓഫീസേഴ്സിനെ വരെ നമുക്കറിയാം. ഇവർ ഈ തരത്തിൽ ഏറ്റവും നല്ല റാങ്കോടുകൂടി IASലേക്ക് എത്തിപ്പെട്ടാൽ അവരുടെ ജോലിയിൽ അവർ ഒരിക്കലും ശോഭിക്കാറില്ല. ഇവർ ഒരുപക്ഷെ നല്ല എഴുത്തുകാരായി ചിലപ്പോൾ മാറിയേക്കാം, ഇവർ നല്ല പ്രഭാഷകരായി മാറിയേക്കാം. കാരണം ഇന്നലെ ഇവർ പഠിച്ച കാര്യങ്ങൾ ഇവർക്ക് നന്നായിട്ട് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ഇവർക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരവിടുന്ന് പലപ്പോഴും ഒളിച്ചോടി പോകുന്നതാണ് കാണുന്നത്. അവരൊരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് അതിന് സിമ്പിളായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ അവരെ കൊണ്ട് കഴിയാറില്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം അവർ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. വിദ്യാഭ്യാസത്തിൽ വേറുന്നുണ്ട് മനസ്സിലാക്കേണ്ടതല്ല എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയത്തിനും ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതല്ല. പക്ഷേ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അടിസ്ഥാനമായി ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കണക്കിൽ കൂട്ടണം, ഗുണിക്കണം, ഹരിക്കണം, കുറയ്ക്കണം എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ഏത് തരത്തിലാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് എന്ന 4 വാക്യങ്ങളെങ്കിലും നമ്മൾ അവരെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഉപദേശം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഒരു നല്ല ഒരാളെ മോൾഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ അനുഭവം കൊണ്ട് മാത്രം ആ ജീവിതത്തിൽ അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പണം ഇവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചിലവാക്കാൻ പോകുന്ന ഒരു വലിയ ഫീസിനേക്കാളും വളരെ കുറവായിരിക്കാം. നമ്മൾ ഒരു വലിയ ഫീസ് കൊടുത്ത് ഒരു വലിയ കോഴ്സിനെ വിട്ട് നമ്മൾ ഇവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിലും വളരെ വലുതായിരിക്കാം ചിലപ്പോൾ ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങി
വരുത്തുന്ന നഷ്ടം. കാരണം ആ നഷ്ടം അവരെ സ്വയം ചിന്തിക്കാനും സ്വയം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിഹരിക്കാനും അല്ലെങ്കിൽ നാളെ ആവശ്യമുള്ള വിജ്ഞാനം എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിക്കാനും ഒക്കെ ഇവരെ സഹായിക്കുന്നു. വിദ്യാഭ്യാസം തീരെ കുറവുള്ള വളരെയധികം ആളുകൾ വലിയ വ്യവസായികളും വലിയ നേതാക്കന്മാരുമായിട്ടുണ്ട്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്ത് അവർ പഠിച്ചില്ലായിരുന്നതുകൊണ്ട് അവർ മോശമാണെന്ന് എങ്ങനെയാണ് വരിക? കാരണം അവർ ഈ ലോകത്തെ സയൻസും ഈ ലോകത്തെ കണക്കും ലോകത്തെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും പഠിച്ചില്ലായെങ്കിലും ഇവർക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള യുക്തിയും കോമൺ സെൻസും ഇവർ പഠിച്ചുവെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഈ സയൻസുകളോ ഈ കാര്യങ്ങളോ അറിയാവുന്നവരെ അപ്രോച്ച് ചെയ്യാനും അവരിൽ നിന്ന് ആവശ്യമുള്ള വിജ്ഞാനം വാങ്ങി ഈ കാര്യത്തെ അവരുദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യാനും അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരാം. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് അവരുടെ ഒരു സെൽഫ് കപ്പാസിറ്റി ഉണ്ടാവുന്ന തരത്തിൽ വേണം വളർത്താൻ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി കുട്ടികളെ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ അത് ആ കുട്ടികളുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ കാരണവന്മാർ ഏറ്റെടുത്തേ മതിയാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പരീക്ഷയിൽ തോറ്റുപോകുന്നത് മാത്രമല്ല, ഇപ്പോൾ പരീക്ഷ വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്തപ്പോൾ തളർന്നു പോവുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ തളർന്നു പോവുക, എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ തളർന്നു പോകുക, അല്ലെങ്കിൽ ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ തളർന്നു. അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആത്മവിശ്വാസമില്ലാതെ തളർന്നു പോവുകയാണ് പലപ്പോഴും പുതിയ കുട്ടികൾ കണ്ടുവരുന്ന ഒരു പ്രവണത. എന്നാൽ അവിടെ അവർ ആത്മവിശ്വാസത്തോടെ വീണ്ടും ശ്രമിക്കാനോ മുന്നോട്ട് പോകാനോ ഉള്ള ഒരു ശക്തി പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊരവസ്ഥയിലേക്ക് അവർ മാറുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്. ഇതിന് പ്രധാനമായ കാരണവും തീർച്ചയായും കാരണവന്മാർ തന്നെയായിരിക്കുമല്ലോ. കാരണം കുട്ടി പരീക്ഷയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഈ ഒരു മാർക്ക് എത്താൻ പറ്റിയില്ല. കുട്ടിയാണോ ഉദ്ദേശിച്ചത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം എന്നുള്ളത്? കുട്ടിയുടെ പാരൻസാണ് കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് എല്ലാ വിഷയത്തിനും A+ നേടിയേ മതിയാവൂ. ഈ A+ നേടിയില്ല എങ്കിൽ നിൻ്റെ ജീവിതം നഷ്ടപ്പെടും, നിനക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടില്ല, നല്ല കോളേജിൽ നിനക്ക് ഇത് കിട്ടില്ല. വളരെ കീനായിട്ട് പരീക്ഷ എഴുതുമ്പോൾ പോലും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖമാണ്. അവർ എന്തുമാത്രം വേവലാതിപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇതിൽ പരാജയപ്പെട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കുണ്ടാകുന്ന റിയാക്ഷനെ പറ്റിയാണ് ഇവർ ഭയപ്പെടുന്നത്. എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂവിന് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്നുള്ളതല്ല. കാരണം ആ ജോലി ഞാൻ അന്വേഷിച്ച് പോയ ജോലി നടക്കുന്ന സ്ഥാപനത്തെപ്പറ്റി എനിക്ക് വളരെ കുറച്ച് വിവരമേ ഉള്ളൂ. ആ സ്ഥാപനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അല്ല ആ സ്ഥാപനം, ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ഥാപനവുമല്ല. ആ സ്ഥാപനത്തിൽ ജോലി കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുമ്പോൾ എൻ്റെ പരാജയത്തിനപ്പോഴത്തേക്ക് എന്നെ ഏൽപ്പിച്ചിരുന്നു, ഞാൻ തിരിച്ച് കുടുംബത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കഴിവുകേട് കൊണ്ടാണ് എനിക്കത് കിട്ടിയില്ല എന്ന് എൻ്റെ കുടുംബത്തുള്ളവർ പറയും എന്നുള്ള ഭയമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ മുഴുവൻ ജീവിക്കുന്നത് ഭയത്തിലാണ്. ഈ കുട്ടി ഒരു ഡാൻസ് പെർഫോമൻസിന് കയറി ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഭയത്തിലാണ്. അവർ ഭയക്കുന്നത് മുമ്പിലുള്ള ഓഡിയൻസിനെയല്ല, പുറകിൽ നിൽക്കുന്ന പാരൻസിനെയാണ്. ഇവിടെ പെർഫോം ചെയ്ത് അല്പം മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് സ്റ്റേജിന് വെളിയിൽ ചെല്ലുമ്പോൾ പാരൻസിൻ്റെ മുഖം കാണണം. നീ എന്താണ് ഇങ്ങനെ കാണിച്ചത്, നീ ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിച്ചാലോ? ഒരു പരീക്ഷ എഴുതി തിരിച്ച് വന്നു കഴിയുമ്പോൾ അതിന് ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് നീ എന്നെ എന്തിനാണ് ഇത്രയും പഠിപ്പിച്ചത്, ഇത്രയും ട്യൂഷന് ആളെ വെച്ച് പഠിച്ചത്, പഠിക്കാൻ പറയുമ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമോ എന്നുള്ള ഭയത്തെയാണ് ഇവർ ഭയക്കുന്നത്. ഇവരാരും ഭയക്കുന്നത് മുമ്പിലുള്ള യാഥാർത്ഥ്യത്തെ അല്ല. ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഇവരാരും മുമ്പിലുള്ള ഓഡിയൻസിനെ ഭയക്കുന്നില്ല. ഇവരാരും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെ ഭയപ്പെടുന്നില്ല. ഇവർ ഭയപ്പെടുന്ന മുഴുവൻ പുറകിൽ നിൽക്കുന്നവരെയാണ്. ഈ പുറകിൽ നിന്ന് ഭയപ്പെടുത്തുന്ന പാരൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഇവരുടെ ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇതെത്ര പ്രഷർ ഉണ്ടാവും എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതിയും കൂടെ നമ്മുടെ പാരൻസ് ഇന്ന് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.